അപ്പോൾ ബിഗ് ബോസ് വീടിനകത്ത് കുറെ പേര് രഹസ്യമായിട്ട് രേഖകൾ കൈമാറുന്നതിനെ തുറന്നു കാട്ടിയിരിക്കുകയാണ് ജിൻഡോ. കുറച്ച് പേരുടെ വിചാരം ജിൻഡോ പൊട്ടനാണ്, മണ്ടനാണ്, അതിന് ബുദ്ധിയില്ലാത്തതാണ് എന്നുള്ളതൊക്കെയാണ് കുറച്ച് ഗ്രൂപ്പുകൾ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, പുള്ളി കൂർമ്മ ബുദ്ധിക്കാരനാണ്, ഈ വീട്ടിലെ ബെസ്റ്റ് പ്ലെയർ ആണ് എന്നുള്ളത് ഒരിക്കൽ തെളിയിച്ചിട്ടുണ്ട്. ലാലേട്ടന്റെ മുൻപിൽ ആരൊക്കെ മൈക്കൂരി എവിടെയൊക്കെ സംസാരിക്കുന്നു, എങ്ങനെയൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇത്രയും പ്രേക്ഷകർക്ക് മുൻപിൽ ലാലേട്ടന്റെ എപ്പിസോഡിൽ തുറന്ന് കാണിച്ച് എല്ലാം തേച്ചൊട്ടിച്ചതാണ്. അപ്പൊ അതിനുശേഷം അങ്ങനെ പുതപ്പിനടിയിലും അല്ലെങ്കിൽ ബാത്റൂമിനുള്ളിലും ഡ്രസ്സിംഗ് റൂമിലും ഇതുപോലെയൊക്കെ മൈക്കൂരി സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുറെ പേര് ലെറ്ററുകൾ കൈമാറുന്നതാണ്. അപ്പൊ ഈ ബാത്റൂം ലെറ്റർ കേസ്, രശ്മിന്റെ ബാത്റൂം ലെറ്റർ എന്നൊക്കെ പറഞ്ഞ വിഷയത്തിലേക്കാണ് വരുന്നത്. സോ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരാളോട് പറയുന്നത്, അതായത് ആരും കേൾക്കാൻ പാടില്ല, മൈക്കിട്ട് പറയാനും പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ അത് ആരോടാണോ പറയുന്നത് അവർ 2 ടിഷ്യൂ പേപ്പർ എടുക്കുന്നു, നെയിൽ പോളിഷ് എടുക്കുന്നു, കണ്ണുകൊണ്ട് കാണിക്കുന്നു, ബാത്റൂമിൽ പോകുന്നു, എന്നിട്ട് അതിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം അതിൽ എഴുതുന്നു. കാരണം ബാത്റൂമിൽ വെച്ച് അടുത്ത ബാത്റൂമിലേക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇത് ജിൻഡോ കേട്ടത് അന്നൊരു വിഷയമായത്. സോ അപ്പൊ സംസാരമില്ല. സോ എല്ലാം പറയേണ്ടത് നെയിൽ പോളിഷ് കൊണ്ട് അതിലെല്ലാം എഴുതുന്നു, അവിടെ ഒരു സൈഡ് വെക്കുന്നു, പുറത്ത് പോകുന്നു. അപ്പൊ ആർക്കാണോ കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുത്ത് ആ വ്യക്തി പിന്നീട് ആ ബാത്റൂമിൽ കയറുന്നു, അതെടുത്ത് ആ ടിഷ്യൂ എടുത്ത് വായിക്കുന്നു, അതിനുശേഷം കാര്യം മനസ്സിലാക്കുന്നു, ടിഷ്യൂ പേപ്പർ കീറി ഫ്ലഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വീണ്ടും കുനുകുന എന്നൊക്കെ കീറി വേസ്റ്റ് ബിന്നിൽ ഇടുന്നു. അത് ആർക്കും അറിയുന്നില്ല. സോ ഇത് ബിഗ് ബോസ് കാണുന്നുമില്ല, കാരണം അവിടെ ക്യാമറ ഇല്ലല്ലോ. അപ്പോ എന്തൊക്കെ ചെയ്താണെങ്കിലും ബിഗ് ബോസിനെ വരെ പറ്റിക്കാനായിട്ട് തയ്യാറായ കുറെ പേര്, കുറച്ച് ഗ്രൂപ്പുകൾ അതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ജിൻഡോ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് ഇന്ന് പൊളിച്ചടുക്കിയിട്ടുള്ളത്. ജിൻഡോയോടൊന്നും കളി നടക്കില്ല, നിങ്ങളുടെ കളിയൊന്നും എന്നോട് നടക്കില്ല, അത് ഇവിടെ സമ്മതിക്കുമില്ല. കഴിഞ്ഞ ദിവസം ചെരുപ്പിടാതെ ബാത്റൂം പോയിട്ട് വരുന്ന കാര്യത്തിൽ ഹൈജീനിക്കിനെ കുറിച്ച് ലാലേട്ടനോട് ജിൻഡോ പറഞ്ഞതാണ്, ഈ പരിപാടി ഇവിടെ നടക്കില്ല ലാലേട്ട, ഇത് എല്ലാവർക്കും താമസിക്കേണ്ട വീടാണ്, അതുകൊണ്ട് ഇവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ജിൻഡോയാണ്. അപ്പൊ ജിൻഡോ ചില്ലറക്കാരനല്ല, ബുദ്ധിപൂർവമാണ് എല്ലാം കൈകാര്യം ചെയ്ത്. പുള്ളി ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും തെളിവോടുകൂടി നിരത്തിയാണ് എല്ലാം പൊളിച്ചെടുക്കുന്നത്. സോ ഇനിയെങ്കിലും ബിഗ് ബോസ് അത് കണ്ടില്ലെങ്കിൽ ഇത്രയും ക്യാമറ വെച്ചിട്ട് കാര്യമില്ല. നൈസായിട്ട് ബിഗ് ബോസിനെ പറ്റിക്കുന്ന ആളുകൾ കുറെ പേര് വീട്ടിനകത്ത് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ജിൻഡോ തുറന്നു കാണിച്ചിരിക്കുകയാണ്. ഇനി ബിഗ് ബോസ് ശ്രദ്ധിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇതുപോലെ രഹസ്യ രേഖകൾ വീണ്ടും കൈമാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സംസാരിക്കണം എന്നൊന്നുമില്ല. ഒരു പുതപ്പിന്റെ അടിയിൽ കിടന്ന് സംസാരിക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് മൈക്കൂരി എന്നെല്ലാം സംശയം വരുന്നത്. ഇതിപ്പോ നേരത്തെ ഒരു തീരുമാനിച്ചു, കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുത്തു, വന്നോ ഞാൻ അതിനകത്ത് പോകുന്നുണ്ട് എന്ന് പറയുന്നു, നെയിൽ പോളിഷോ അല്ലെങ്കിൽ ഐബ്രോ പെൻസിലോ എന്തെങ്കിലും ലിപ്സ്റ്റിക്കോ കൊണ്ടുപോകുന്നു, പറയേണ്ടതെല്ലാം അതിൽ എഴുതുന്നു, അവിടെ വെക്കുന്നു. അടുത്ത ആള് സിഗ്നൽ കിട്ടിയ ആള് കയറുമ്പോൾ അത് ഉള്ള ആള് പുറത്തിറങ്ങുന്നു, കാരണം വേറെ ലീക്ക് ആകുന്നില്ല. ഇപ്പൊ മാറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. ഇതാണ് ആ വീട്ടിനകത്ത് നടക്കുന്നത്. ഓ ബിഗ് ബോസേ, അപ്പം നന്നായിട്ട് കളിക്കുന്ന ചില ആളുകളെല്ലാം പുറത്തു പോയി. ഇപ്പൊ ഇതുപോലെ രഹസ്യമായിട്ട് നടക്കുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് കൈയോടെ പിടികൂടിയാൽ കൊള്ളാം. അല്ലെങ്കിൽ ഇതങ്ങനെ അന്തർധാരയിൽ നടക്കുന്ന ചില ഗെയിമുകളൊക്കെയാണ്. സോ അപ്പൊ എന്തായാലും ജിൻഡോ പൊട്ടൻ എന്ന് വിളിച്ചവർക്ക് ജിൻഡോ അങ്ങനെയല്ല എന്ന് തെളിയിച്ചിരിക്കണം. ഇതോടുകൂടി പ്രേക്ഷകരുടെ ഇടയിൽ ഒന്നുകൂടി മതിപ്പ് കൂടിയിരിക്കണം. ഇതൊക്കെ കൊണ്ടാണ് പ്രേക്ഷകർക്ക് ജിൻഡോവിനോട് ഇഷ്ടവും. ആര് എങ്ങനെ എന്നുള്ളത് ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ട്. പക്ഷെ ബാത്റൂമും ഡ്രസ് ചേഞ്ചിന് റൂമും അതുപോലെ കക്കൂസൊന്നും അതിനകത്ത് ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ബിഗ് ബോസിനെ പോലെ തന്നെ പ്രേക്ഷകർക്കും കാണാൻ കഴിയില്ലല്ലോ. സോ അതാണ് ജിൻഡോ ഇതെല്ലാം നിരീക്ഷിച്ച് ഇപ്പൊ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, അതേപോലെ ബിഗ് ബോസിന്റെ ശ്രദ്ധയിലേക്കും. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.